പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ മാനന്തവാടിയിലേക്ക് ഒന്നുകൂടി പോവുകയാണ്. അവിടെ സബ് കളക്ടർ ഓഫീസിലേക്ക് പ്രതിഷേധക്കാർ തള്ളിക്കയറി എന്നുള്ള വാർത്ത വരുന്നു. അങ്ങനെ വലിയ പ്രതിഷേധം മാനന്തവാടിയിൽ നടക്കുന്നു. നേരത്തെ റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധം വിവിധ മേഖലകളിൽ ആരംഭിച്ചിരുന്നു. അതിനുശേഷം അത് ശക്തമായി. റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധ സമരം ഒരു ഭാഗത്ത് നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ സബ് കളക്ടർ ഓഫീസിലേക്ക് പ്രതിഷേധക്കാർ തള്ളിക്കയറിയിരിക്കുന്നത്. സജോ ദേവസ്യ വിവരങ്ങൾ വായിച്ചിരുന്നുണ്ട്. സജോ, അങ്ങനെ പ്രതിഷേധം കടുക്കുകയാണല്ലോ. സജോ, ഇപ്പോൾ സബ് കളക്ടർ ഓഫീസ് കോമ്പൗണ്ടിലേക്കാണോ ഇവർ തള്ളിക്കയറിയിരിക്കുന്നത്? മാനന്തവാടി സബ് കളക്ടർ ഓഫീസ് കോമ്പൗണ്ടിലേക്ക് നാട്ടുകാർ തള്ളിക്കയറി. പ്രതിഷേധം വലിയ തോതിൽ അണപൊട്ടുന്നു. വൈകാരിക പ്രതിഷേധമായി മാറുന്നു. ഈ പ്രധാന വാതിൽ തകർത്ത് അകത്ത് കടക്കാൻ നാട്ടുകാർ ശ്രമം നടത്തുന്നു. കാരണം ഈ സബ് കളക്ടർ ഓഫീസിനകത്ത് ജില്ലാ കളക്ടർ ഉണ്ട്. ജില്ലാ കളക്ടർ ഇതുമായി ബന്ധപ്പെട്ട യോഗങ്ങളും ചർച്ചകളും ജനപ്രതിനിധികളുമായും ഉദ്യോഗസ്ഥരുമായും അകത്ത് നടത്തുന്നുണ്ട്. ആ യോഗം അകത്ത് പുരോഗമിക്കുന്നതിനിടെയാണ് പുറത്ത് നാട്ടുകാർ തമ്പടിച്ച് പ്രതിഷേധിക്കുന്നവർ. അവരുടെ ആവശ്യം ജില്ലാ മജിസ്ട്രേറ്റിന്റെ അധികാരം ഉപയോഗിച്ച കളക്ടർ ഇപ്പോൾ ഈ ആക്രമണം നടത്തിയ ആനയും വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവിടണം. ഒപ്പം കൃത്യമായ ഉറപ്പുകൾ വേണം. അക്കാര്യത്തിൽ ഈ വന്യമൃഗ ശല്യം തുടർച്ചയായ ഇത്തരം ആക്രമണങ്ങൾ, ജീവൻ നഷ്ടമാക്കുന്ന സംഭവങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നു. ഇക്കാര്യത്തിൽ വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു. നേരത്തെ കലക്ടർ വലിയ പോലീസ് ബന്ദോബസ്തിലാണ് സബ് കളക്ടർ ഓഫീസിലേക്ക് എത്തുകയും അവിടെ ആദ്യം സ്ഥലത്തെത്തി ആശയവിനിമയം നടത്തി സമവായം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും അത് പരാജയപ്പെട്ടു പോകുന്ന നില വന്നു. പിന്നീട് സബ് കളക്ടർ ഓഫീസിലേക്ക് കലക്ടർ മാറുകയും അവിടെ യോഗം വിളിക്കുകയുമാണ് ചെയ്തത്. ഇതിനിടെയാണ് വലിയ തോതിൽ നാട്ടുകാർ വലിയ ജനസഞ്ചയം തന്നെ സംഘടിച്ചെത്തി ഗേറ്റ് തള്ളിത്തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചു. പിന്നീട് പോലീസ് സംഘം ഇതിന്റെ പ്രധാന വാതിൽ കടന്ന് അകത്തേക്ക് കടക്കാൻ ശ്രമിച്ചു. പക്ഷേ പോലീസ് സംഘം അവിടെ നിലയുറപ്പിക്കുകയും ആ വാതിൽ ഗ്രില്ല് അടച്ച് അത് തുറന്ന് പ്രതിഷേധക്കാർ അകത്ത് പ്രവേശിക്കാതെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. പക്ഷേ ആളുകൾ ഇപ്പോഴും അകത്തേക്ക് പ്രവേശിക്കാനുള്ള ശ്രമം നടത്തുന്നു. അവർ പ്രതിഷേധിക്കുന്നു. വലിയ പ്രതിഷേധം തന്നെ, വലിയ വൈകാരിക പ്രതിഷേധമായി മാറുന്നു. നേരത്തെ മാനന്തവാടി ടൗണിൽ, മാനന്തവാടി നഗരത്തിൽ വലിയ പ്രതിഷേധം കണ്ടതാണ്. കലക്ടറും SP യും ഒക്കെ നാട്ടുകാരുടെ പ്രതിഷേധത്തിന്റെ ചൂടറിഞ്ഞതാണ്. അവർ തന്നെ മൃതദേഹവുമായി, അത് പോസ്റ്റ്മോർട്ടത്തിന് പോലും മൃതദേഹം വിട്ടു നൽകാതെ ഇപ്പോഴും നഗരമധ്യത്തിൽ ആളുകൾ തമ്പടിച്ച് പ്രതിഷേധിക്കുന്നു. അതിൽ ഒരു വിഭാഗമാണ് സബ് കളക്ടർ ഓഫീസിലേക്ക് പ്രതിഷേധം മാറ്റിയത്. കാരണം കലക്ടറും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരും ഒക്കെയുണ്ട്. DFO പക്ഷേ ആളുകളോട് നേരിട്ട് സംസാരിക്കാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തയ്യാറായില്ല. മന്ത്രി ഉൾപ്പെടെ, അതായത് ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി കൂടിയാണ് വനംവകുപ്പ് മന്ത്രി. അദ്ദേഹത്തിന് കോഴിക്കോടുള്ള മന്ത്രിക്ക് നിലവിൽ ഇങ്ങോട്ടേക്ക് വന്നു ചേരാവുന്നതേ ഉള്ളൂ, ആളുകളുമായി ആശയവിനിമയം നടത്താവുന്നതേ ഉള്ളൂ എന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട്. അങ്ങനെ ആളുകൾ ഉന്നയിച്ച അക്കമിട്ട് നിരത്തിയ വനംവകുപ്പിന്റെ വീഴ്ചകൾ ആളുകൾ അക്കമിട്ട് നിരത്തുന്നുണ്ട്. റേഡിയോ കോൾ ഘടിപ്പിച്ച ഒരു ആനയാണ്, തുടർച്ചയായി രണ്ടാമത്തെ ആനയാണ് കർണാടക അതിർത്തി കടന്ന് കേരളത്തിലേക്ക് പ്രവേശിച്ച് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഒരു ദാരുണമായ സംഭവത്തിലേക്ക്, ഒരു കർഷകന്റെ ജീവനെടുക്കുന്നതിലേക്ക് പോയത്. ആളുകൾ അകത്തേക്ക് പ്രവേശിക്കാനും മറ്റുമൊക്കെ ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ ഗ്രില്ലടച്ച് പോലീസ് സന്നാഹത്തെ അകത്ത് വിന്യസിച്ചിട്ടുണ്ട്. അവർ ആളുകൾ അകത്ത് പ്രവേശിക്കാതെ നിലയുറപ്പിച്ചിട്ടുണ്ട്. വലിയ പോലീസ് സന്നാഹത്തെ സബ് കളക്ടർ കോമ്പൗണ്ടിനകത്തേക്ക് ഒരു പ്രതിഷേധം പോലീസ് പ്രതീക്ഷിച്ചിരുന്നില്ല. അത് പക്ഷേ വലിയ തോതിലുള്ള പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ മാറുന്ന നില വന്നു. ആളുകൾ വൈകാരികമായാണ് പ്രതിഷേധിക്കുന്നത്. സ്വാഭാവികമായും വൈകാരിക പ്രതികരണം ഉണ്ടാകും. ഒരു ജീവൻ നഷ്ടമായി. ഇത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡറാണ്. സർക്കാരും സംവിധാനങ്ങളും വനം വകുപ്പും ചേർന്ന് നടത്തിയ കൊലയാണ് യഥാർത്ഥത്തിൽ ഇത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. സ്വാഭാവികമായും അങ്ങനെ വൈകാരികമായ ഒരു പ്രതിഷേധം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. കലക്ടർ കൃത്യമായി തങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങൾ കേട്ട് അതിൽ തീരുമാനം പറയണം എന്നാണ് നാട്ടുകാർ പറയുന്നത്. പക്ഷേ കലക്ടർ ലെവലിൽ മാത്രം ഒരു തീരുമാനം സാധ്യമാകുമോ എന്നതൊക്കെ മറ്റൊരു ചോദ്യമാണ്. പക്ഷേ മന്ത്രിയൊക്കെ എവിടെ എന്ന ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. ഈ കലക്ടർ അകത്തുണ്ട് എന്നതാണ് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ജനപ്രതിനിധികളെയും ഉദ്യോഗസ്ഥരെയും അടക്കം വിളിച്ച്, ഒപ്പം ഇവിടെ പ്രതിഷേധത്തിന്റെ ഭാഗമായ ചില ആളുകളെ കൂടി വിളിച്ചാണ് ഒരു ചർച്ച എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ ഈ മൃതദേഹം ഏറ്റുവാങ്ങണം, മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തണം, അതിനുശേഷം സംസ്കാരം ഉൾപ്പെടെയുള്ള നടപടികളുണ്ട്. ഒപ്പം ഈ സ്ഥലത്ത് ഏതെങ്കിലും ഒരു ഓപ്പറേഷൻ നടത്താൻ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിട്ടില്ല. അവിടെയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും മറ്റും നാട്ടുകാർ തടയുന്ന നില വന്നു. അങ്ങനെ വലിയ തോതിൽ വൈകാരികതയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അവർ പറയുന്നു,
എത്ര സംഭവങ്ങൾ ഉണ്ടായി, എത്ര ജീവനുകൾ നഷ്ടമായി. ഏറ്റവും ഒടുവിൽ തണ്ണീർക്കൊമ്പൻ തന്നെ കാടിറങ്ങി കർണാടകയിൽ നിന്ന് കേരളത്തിലെത്തി. ആ ഘട്ടത്തിൽ പോലും ഒരു ജാഗ്രത, അതിനുശേഷം പോലും ഒരു ജാഗ്രത, ഒരു മുന്നറിയിപ്പ് സംവിധാനങ്ങൾ, കരുതലോടുകൂടിയുള്ള ഇടപെടൽ വനം വകുപ്പിന്റെയോ സർക്കാരിന്റെയോ ഭാഗത്തു നിന്നുണ്ടായില്ല. ഇനി എത്ര പേരുടെ ജീവൻ നൽകണം, എത്ര പേർ രക്തസാക്ഷികളാകണം? ഇക്കാര്യത്തിൽ കാര്യക്ഷമമായ ശാസ്ത്രീയമായ ദീർഘകാലാടിസ്ഥാന ഉണ്ടാക്കാൻ കഴിയുന്ന ഇടപെടലുകൾക്ക് അല്ലെങ്കിൽ അത്തരം തീരുമാനങ്ങൾക്ക് സമഗ്രമായ കർമ്മ പദ്ധതി ആവിഷ്കരിക്കുന്നതിന്, ആളുകളുടെ ജീവനും സ്വത്തും കൃഷിയിടവും സംരക്ഷിക്കാൻ സമഗ്രമായ കർമ്മ പദ്ധതി ഉണ്ടാക്കാൻ ഇനിയും എത്ര ജീവനുകൾ നഷ്ടമാകണം, ഇനിയും എത്ര രക്തസാക്ഷിത്വങ്ങൾ വേണം എന്ന ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത്. മലയോരത്തെ കർഷകർ, പ്രത്യേകിച്ച് വയനാട്ടിലെ കർഷകർ വന്യമൃഗ ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്ന സംഭവങ്ങൾ, കൃഷിനാശം, വിളനാശം അതൊക്കെ തുടർച്ചയായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യജീവിതം, സ്വൈര ജീവിതം, കൃഷി ഒക്കെ സാധ്യമാകാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്ന് ആളുകൾ പറയുന്നു. സ്വാഭാവികമായും അവരുടെ പ്രതിഷേധത്തിൽ, അവർ ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ, അവർ ഉന്നയിക്കുന്ന വിമർശനങ്ങളിലൊക്കെ വലിയ ന്യായങ്ങളുണ്ട്. നിസ്തർക്കമായ കാര്യമാണ്. അതാണ് വൈകാരിക പ്രതിഷേധമായി അണപൊട്ടുന്നത്. ആ ഗ്രില്ലടിച്ചും മറ്റും ആളുകൾ പ്രതിഷേധിക്കുന്നത് കാണാം. അത്രത്തോളം വൈകാരികമായി പോകുന്നതിന് കാരണം അവർ ഇങ്ങനെ മനുഷ്യജീവനുകൾ നഷ്ടമാകുന്നു. സജോ, അങ്ങനെ ഒരു ഭാഗത്ത് വലിയ പ്രതിഷേധം നടക്കുമ്പോൾ ഇപ്പോൾ ആന നിലയുറപ്പിച്ചിരിക്കുന്ന ദൃശ്യങ്ങൾ കൂടി നമ്മൾക്ക് ലഭ്യമാകുന്നുണ്ട്. നേരത്തെ ഒരാളെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ ആ പ്രദേശത്തിന് തൊട്ട് അടുത്തുള്ള ഒരു മലയിൽ ഇപ്പോൾ ആന നിലയുറപ്പിച്ചിരിക്കുന്നു. ആ ദൃശ്യങ്ങൾ നമ്മുടെ ക്യാമറാമാൻ ഇപ്പോൾ പകർത്തിയിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ കൂടി നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്.